എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. കുറേ ദിവസമായി നമ്മളിൽ കണ്ടിട്ട് അല്ലേ? മൊത്തത്തിൽ ഖുർആനും ജലീലും ഒക്കെയാണ് ഇപ്പോഴത്തെ വിഷയം. കുറേ ദിവസമായി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട്. ഞാൻ കുറച്ചു കാലം ഗൾഫിലൊക്കെ നിന്നിട്ടുണ്ട്, സൗദിയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒരു കൂട്ടരുണ്ട്, മുത്തവ്വന്മാരെന്ന് പറയാം. അതായത് പള്ളി കയറാത്തവരൊക്കെ ചന്തിക്ക് നല്ല പൂശിട്ട് പള്ളി കയറ, നോമ്പെടുക്കാത്തവരെ പിടിച്ചുകൊണ്ട് മുട്ടയടിച്ചിട്ട് ജയിലിടും. ഇങ്ങനെ കുറെ കൂട്ടരുണ്ട്, മുത്തവ്വമാരെന്നാ പറയാം. ഞാൻ കുവൈറ്റിലും കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ആൾക്കാരെ. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ജുമാന്റെ സമയത്ത് സൗദി അറേബ്യയിലൊക്കെ പുറത്തിറങ്ങിയ ആൾക്കാർ നടക്കുകയാണെങ്കിൽ അപ്പം ഈ മുത്തവ്വമാർ വന്ന് വലിയ ചൂരിൽ വെച്ച് ചന്തിക്ക് 4-5 അടിയടിക്കും. അങ്ങനെ കേരളത്തിലും മുത്തവ്വന്മാരെത്തിയിട്ടുണ്ട്. ആ മുത്തവ്വന്മാരുടെ നേതാക്കൾ ഒന്ന് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് തുടങ്ങി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തപ്പം മുത്തവ്വന്മാരാ. എന്താണ് ഈ പള്ളി കയറാത്തത്, എന്താണ് ഈ ഖുർആൻ വായിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരെ തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു സ്നേഹ ഖുർആനോട്, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാര് കൃഷ്ണൻ വേണ്ട, ക്രിസ്തു വേണ്ട, രാമൻ വേണ്ട, നബിയും വേണ്ട എന്ന് പറഞ്ഞ് നടന്ന കമ്മ്യൂണിസ്റ്റുകാരിപ്പോ പടച്ചോനെ ഖുർആന്, ആ ഖുർആനെ തൊട്ടിട്ടാണല്ലോ അവരൊക്കെ കളിക്കുന്നത്. ഇവരെങ്ങനെ വിടുന്നത് വിടാൻ പറ്റുമോ? എന്തൊരു കരച്ചില. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എല്ലാം മറന്നുപോയി. തലശ്ശേരി കലാപമൊക്കെ മറന്നുപോയി. EMS ശരീരത്തിന് തിരുത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം പൊന്നാനി പോയി മുട്ട പൊറിച്ചിട്ട് ഇപ്പം പടച്ചോനെ പടച്ച തമ്പുരാനെ നിൽക്കുക. എന്തൊരു ചേലല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നത്. ചൈനയില് നല്ല രസാ. അവിടെ 100 മീറ്ററിന് ഒരു പള്ളി വെച്ചു കൊടുക്കുക കമ്മ്യൂണിസ്റ്റുകാർ. ഖുർആൻ ഫ്രീയാ. ബാങ്ക് വിളിക്കാൻ വലിയ ഒച്ചത്തിന് മൈക്കാണ് ചൈനയിൽ വെച്ചിരിക്കുന്നത്. എന്തില്ലേ? ചൈനയിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ചൈനയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ കണ്ടാൽ അപ്പം കെട്ടിപ്പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഉമ്മ കൊടുത്തിട്ട് നീ നിസ്കരിച്ചടാ, നീ ഖുർആൻ വായിച്ചോ, നീ പള്ളിയിൽ പോയിക്കോ എന്നൊക്കെ ചോദിക്കും. അത് കണ്ടാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ ഇല്ലേ? പിണറായി വിജയനും കോടിയേരിയൊക്കെ ഇങ്ങനെ തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ കണ്ടാൽ ഇവരെന്നാണ് മുസ്ലിങ്ങളുടെ രക്ഷകർത്താക്കളായി മാറിയത്? എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആനെ പിടിച്ച് ഇവര് വിൽപ്പനയ്ക്കൊരുങ്ങുന്നത്? എന്ത് അവകാശമാണ് ഈ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്കുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ബഹുഭൂരിപക്ഷം, കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ലീഗിന്റെ ആൾക്കാരാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ലീഗിന്റെ ഭാഗത്തുണ്ട്, മറ്റ് സംഘടനകളിലുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത വിഷമം. നിങ്ങൾ ഖുർആൻ എങ്ങനെ ഖുർആൻ എങ്ങനെ അപമാനിക്കരുത്, ഖുർആൻ എങ്ങനെ മോശമാക്കരുത് എന്ന് പറയാൻ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങക്ക് നാണല്ലേ? ഇവരിങ്ങനെ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ അശുദ്ധമാക്കുന്നത്. ഇവരുടെ നാവാണ്, കള്ളത്തരങ്ങളുടെ നാവ് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേല് ചെളിവാരി എറിയുകയാണ്. മനസ്സിലാക്കണം.
യഥാർത്ഥ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും വിശുദ്ധിയായിട്ട് കൊണ്ട് നടക്കുന്ന ആ വിശുദ്ധ ഖുർആനെ ജലീലും കമ്മ്യൂണിസ്റ്റുകാരും കൂടി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ മുകളിൽ എന്ത് കളങ്കമാണ് ചാർത്തുന്നത്? മിസ്റ്റർ ജലീൽ, നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ട് മുടി നാരിഴയ്ക്കുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ തെറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണുന്ന വിശുദ്ധ ഖുർആനെ നിങ്ങൾ അപമാനിക്കുകയാണെന്ന് ഞാൻ പറയും. ഖുർആനിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ജലീൽ. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്യരുടെ മുതല് അവരുടെ ഇഷ്ടമില്ലാതെ എടുക്കുക, യതീം മക്കളുടെ മുതല് മോഷ്ടിക്കുക, അതുപയോഗിച്ച് എന്ത് ചെയ്താലും അത് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യം ഇസ്ലാമിക രാജ്യമല്ല. ബഹുഭൂരിപക്ഷം വരുന്ന, നിങ്ങൾ ന്യൂനപക്ഷത്തിന് ഓപ്പോസിറ്റ് പറയുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ടാക്സ് കൊടുത്തിട്ട് തീറ്റിപ്പോറ്റുന്ന, നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന രാജ്യമാണ് ഭാരതം. ഒരു ഓത്തെടുക്കുന്നുണ്ട് ഒരു മന്ത്രി, ഇല്ലേ? ഞാന് ഒരാളോടും പ്രത്യേകിച്ച് മമതയോ കൂറോ പ്രകടിപ്പിക്കില്ല എന്ന് പറഞ്ഞു. മിസ്റ്റർ ജലീൽ, നിങ്ങളത് തെറ്റിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്ത രാജ്യത്തിന്റെ ആ എന്താണ് ഒരു അധികാരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ഓത്ത്, ആ ഓത്ത് നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഞാൻ വെറും മന്ത്രിയല്ല, ഞാൻ ഇസ്ലാമാണ്, വിശ്വാസിയാണ്, നിങ്ങൾ വഖഫ് ബോർഡിന്റെ അങ്ങേ കൊമ്പത്താളാണെന്നൊക്കെ പറഞ്ഞു, ഇല്ലേ? ഒപ്പം ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നികുതി തന്നിട്ടാണ് നിങ്ങളെ പോറ്റുന്നത് എന്നുള്ള ഒരു ബോധ്യവും നിങ്ങളെ വേണം. ഞാനൊന്നും ചെയ്തില്ല, കുറെ ഖുർആൻ അവിടെ ഇങ്ങനെ കിടക്കുന്നു, അത് കൊടുക്കാവോ എന്ന് ചോദിച്ച് അതെടുത്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തു. എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? UAE കൗൺസിലേറ്റിന്റെ ജോലിക്കാരനാണോ നിങ്ങൾ? അവിടുത്തെ പ്യൂണാണോ നിങ്ങൾ? അവര് വിളിക്കുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ആ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ വിതരണം ചെയ്ത് ഇങ്ങനെ വിതരണം ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ശമ്പളം തരുന്ന UAE കൗൺസിലേറ്റ് ആണോ? അതോ ഞങ്ങളാണോ? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? ആണല്ലേ? സർക്കാരിന്റെ വണ്ടിയിലേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണോ ഓടുന്നത്? അല്ലല്ലോ. സർക്കാരിന്റെ പെട്രോൾ അല്ല, സർക്കാരിന്റെ പണം, നികുതി പണം കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന പണം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് നിങ്ങളുടെ വണ്ടിയിലേക്ക് പെട്രോൾ അടിക്കുന്നത്. ആ പെട്രോൾ ഒഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ വളർത്താൻ, ഇല്ലേ? അത് തെറ്റല്ലേ ജനാധിപത്യ രാജ്യത്ത്? നിങ്ങളുടെ മതം, എന്റെ മതം, അപ്പൊ എന്റെ മതത്തിന് വേണ്ടിയോ എന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടിയോ ഞാൻ ഖുർആൻ കൊടുക്കണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എടുക്കണം. നിങ്ങളുടെ 19 സെന്റല്ലേ നിങ്ങളുടെ കയ്യിൽ, അത് വിൽക്കണം. അത് വിറ്റിട്ട് നിങ്ങൾ എടുക്കണം വണ്ടി, എന്നിട്ട് ടാക്സ് കൊടുത്തിട്ട് ഖുർആൻ ഇറക്കണം, എന്നിട്ട് വിതരണം ചെയ്യണം. അതാണ് ആണത്വം. അങ്ങനെയാ ചെയ്യേണ്ടുന്നത്. ഇത് നിങ്ങളെന്താ ചെയ്തത്? UAE കൺസുലേറ്റ് വിളിച്ചു, അവിടെ ചെന്ന് ഇങ്ങനെ കുനിഞ്ഞു നിന്നു, അല്ലേ? ഓച്ചാലിച്ച് നിന്ന് കൗൺസിലേറ്റ് തന്നാ പിന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ടണ്ണ് കണക്കിന് കാരക്ക കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കാരക്ക ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ എവിടെയാ പോയത്? കാരക്കാൻ്റെ അകത്ത് വേറെ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾ സപ്ലൈ ചെയ്ത വിശുദ്ധ ഖുർആൻ ഇവിടേക്ക് വന്നതിൽ എന്തോ തകരാറ് സംഭവിച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവരല്ല, നിയമമാണ് പറയുന്നത്. നിയമമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.
ആ നിയമം പറയുന്നു ഇതിൽ സംശയം ഞങ്ങൾക്കുണ്ട്, ആ സംശയം തീർക്കാനാണ് അന്വേഷണം നടക്കുന്നത്. നിങ്ങൾ അതിന്റെ ഭാഗവാക്കായിട്ടുണ്ട്. നിങ്ങൾ ആ ഖുർആൻ നിങ്ങൾക്ക് അനുമതിയില്ലാത്ത, എനിക്ക് നിയമമൊന്നും അറിയില്ല, മിണ്ടിപ്പോകരുത്. നിയമം അറിയുന്നില്ല പിന്നെ എന്തിനാ മന്ത്രിയായിരിക്കുന്നത്? ഒരുപാട് ഉപദേശകരുണ്ടല്ലോ നിങ്ങൾക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപദേശിക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ നിറച്ചും ഉപദേശകരുള്ളൊരു മന്ത്രിസഭയാണ് നിങ്ങൾക്കില്ലേ? നിയമം അറിയില്ല എന്നും പറഞ്ഞ് ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറയാനേ. നാളെ നിങ്ങൾ വേറെയും ചെയ്യുമല്ലോ. ഒരാളെ തല വെട്ടിയിട്ട് ഇതിന് നിയമം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെട്ടി എന്ന് പറയുമല്ലോ. നിയമം അറിയാത്തത് പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് ഭൂഷണമല്ല. നിയമം അറിയണം. നമ്മൾ സാധാരണഗതിയിൽ ഗൾഫിൽ നിന്ന് പോയി ജോലി ചെയ്തെടുത്ത് വരുന്ന ആള് തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പോലും ഫ്ലൈറ്റിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ തരും. ഇന്ന സാധനങ്ങൾ എൻ്റെ കൈവശമുണ്ട്, അതിൽ പരിധി വിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യനവിടെ ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എത്ര പ്രാവശ്യം ഗൾഫിൽ പോയിട്ടുള്ള ആളാണ്. നിങ്ങളുടെ അനുജന്മാരൊക്കെ ഇപ്പോഴും ഗൾഫിലല്ലേ? അപ്പൊ ഈ രാജ്യത്തേക്ക് ഒരു സംഗതി വരണമെങ്കിൽ അത് ഖുർആനല്ല, ഇനി സംസം വെള്ളമാണെങ്കിലും ശരി, ഈ രാജ്യത്തിനൊരു നിയമമുണ്ടെന്ന് മനസ്സിലാക്കണം ജലീൽ സാഹിബേ. ആ നിയമം എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തത് ചാരിറ്റിയാണ്, നിങ്ങൾ ചെയ്തത് ചാരിറ്റി അല്ല. നിങ്ങൾ ചെയ്തത് മതം വളർത്തുന്ന പ്രക്രിയയാണ് നിങ്ങൾ ചെയ്തത്. അതെങ്ങനെയാ ചാരിറ്റി ആവുക? നിങ്ങൾ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് കിറ്റ് തരുമോ? കിറ്റിൽ എന്താന്ന് വന്നത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയില്ല കിറ്റിന്റെ അകത്ത് എന്തൊക്കെ വന്നു, ഞങ്ങൾക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കണം. കിറ്റ് തരുമോ എന്ന് നിങ്ങൾ ഒരു രാജ്യത്തോട് എരന്നില്ലേ? ഈ രാജ്യത്ത് എന്താണ്? ഇവിടെ അത്രയും ദാരിദ്ര്യം പിടിച്ച രാജ്യമാണോ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നോമ്പ് തുറക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയാണോ ഈ കേരളത്തിൽ മിസ്റ്റർ ജലീൽ? ആണോ? UAE എരന്ന് വന്നിട്ട് നോമ്പ് തുറക്കേണ്ട ഗതികേടിലാണോ നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റ്? അനധികൃതമായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങളെ മുഴുവൻ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്ന് ഇപ്പൊ തെളിഞ്ഞു വരുന്നു. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു 500 റുപ്യന്റെ കിറ്റ് തരൂ, 1000 റുപ്യന്റെ കിറ്റ് തരൂ. ഇടനിലക്കാരി നല്ലൊരു മുഞ്ചുള്ള പെണ്ണും കൂടി വന്നപ്പം ക്ലീൻ സ്വപ്നയുടെ വിരൽ തുമ്പിലെ ചരടിലെ ഒരു പാവയായിട്ട് നിങ്ങൾ മാറി എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ എന്താണ് തെറ്റ്? ഞാൻ ഓളെ വിളിച്ചിട്ടേ ഇല്ല അല്ലേ? ഈ കാര്യത്തിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇതാ ഇന്ന് ചാനലുകൾ എഴുതി കാണിക്കുന്നു നിങ്ങൾ അതിനും മുമ്പ് വിളിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ കഷ്ടാണ് കേട്ടോ. നാക്കെടുത്ത നുണ പറയുന്ന ഒരു മന്ത്രിയായിട്ട് നിങ്ങൾ മാറി. നൂലിടൻ ഞാൻ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പൊ ഞാനൊന്നും അത് വലിയ ആനയായിട്ട് വിശ്വസിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ പോലും ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് തെറ്റ് ചെയ്തവന്, അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനെ മുടി 7 കീറിയിട്ട് പാലം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടി നടത്തും. മിസ്റ്റർ ജലീൽ, നിങ്ങൾ അപ്പുറത്ത് കടക്കില്ല. കാരണം നിങ്ങൾ ചെയ്തത് അനിസ്ലാമികമാണ്. ഒരു രാജ്യത്തിന്റെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സെക്കുലറിസം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് എഴുതി തള്ളി. ഞാനിന്ന് അതെടുത്ത് വായിച്ചു. എനിക്ക് ഇങ്ങനെ രോമാഞ്ചുണ്ടായി മൊത്തത്തിൽ അത് കേട്ടപ്പോൾ. രോമാഞ്ചില്ലാതിരിക്കില്ല. കാരണം അത്രയും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സെർവ് ദ പീപ്പിൾ, പ്രൊമോട്ട് സെക്കുലറിസം. നല്ല രസമാണ്. പ്രൊമോട്ട് സെക്കുലറിസം, പ്രൊപ്പഗേറ്റ് പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി. അസലായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി, ഡിഫ്യൂസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് പ്ലൂറൽ സൊസൈറ്റി, ഓർഗനൈസ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ചാരിറ്റി, uplift the downtrodden,
പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്, അത് കറക്റ്റ്. പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്. മെജോറിറ്റിയുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട അല്ലേ? മൈനോറിറ്റിയുടെ റൈറ്റ് മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെയാണല്ലോ, കാരണം സിമീന്ന് വന്നാണല്ലോ. പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്, റൈസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ബോൾഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. ജലീലിന്റെ പ്രൊഫൈലിലെ വാക്കുകളൊക്കെ വയ്ക്കുന്നത് ബോൾഡ് സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയില്ല, നിങ്ങൾ നടത്തിയ അപ്പോയിന്റ്മെന്റുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. പൊന്ന് ജലീൽ സാഹിബേ, ഇത്തവണ ഈ സർക്കാർ കൊടുത്ത ശർക്കരക്കാന്ന് ഷെഡിയാ കിട്ടിയത് കേട്ടോ, ഷെഡി. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അതെവിടെ പോയി? എവിടെയോ ഒരു സാധനം ഉണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയോ? പപ്പടം. കറപ്ഷൻ ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കൊടുത്തൊരു സാധന, ഹലാലായിട്ടുള്ള പപ്പടം. പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ജലീൽ സാഹിബേ, അതിന്റെ ഉള്ളില് ഹലാൽ പപ്പടം, ഹലാൽ പപ്പടം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഹലാൽ പപ്പടം ഇവിടെ ഉണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്. തിന്നാൻ പറ്റൂലെന്ന് നിങ്ങളുടെ സർക്കാർ പറഞ്ഞ് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പലർക്കും ഇത് വാരി പൊതിഞ്ഞ് തിരിച്ചയക്കേണ്ട ഗതികേട്, അതുകൊണ്ട് ആരും അയച്ചിട്ടുണ്ടാവില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതെന്ന നിങ്ങളുടെ സർക്കാർ, നിങ്ങൾ ഈ ഖുർആനെ സംരക്ഷിക്കുന്നവര്, ആ ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയവര്, അവര് കൊടുത്ത പപ്പടത്തിന്റെ, ഞാൻ വലിയ അഴിമതിയിലേക്കൊന്നും പോകുന്നില്ല, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള. ഇപ്പൊ നിങ്ങളുടെ ഇതിൽ എഴുതിയിരിക്കുന്നു, ഞാൻ കറപ്ഷനെതിരായിട്ട് ബോൾഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. നിങ്ങൾ ചെയ്തത് കറപ്ഷൻ അല്ലേ? ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ സർക്കാരിന്റെ പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്തത് കറപ്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്താണ് അതിനാണ് കറപ്ഷൻ എന്ന് പറഞ്ഞത്. ഒരു ജനതയുടെ പണം എടുത്ത് നിങ്ങളുടെ മതം വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു, അത് തന്നെയാണ് കറപ്ഷൻ. ക്രിസ്ത്യൻസ് സർക്കാരിന്റെ കെയർ ഓഫിൽ ബൈബിള് കൊണ്ടുവന്ന് വിതരണം ചെയ്താലും ഞങ്ങളത് കറപ്ഷൻ എന്നേ പറയുള്ളൂ. ടാക്സ് കൊടുത്താൽ പ്രശ്നമില്ല, നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടില്ല. RSSകാര് ഈ ഇതുവരെയായിട്ടും ഖുർആനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. എന്നിട്ടിപ്പോ നിങ്ങളുടെ ആൾക്കാർ വന്ന് RSSകാർ ഖുർആൻ അങ്ങോട്ട് ഇതാക്കുന്ന ഒരു വാക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ മിസ്റ്റർ ജലീൽ? അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും RSSകാരൻ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയനെ, കോടിയേരി ബാലകൃഷ്ണനെ, മുഴുവൻ ഈ പറയുന്ന ഓശാന പാടുന്ന മുഴുവൻ മന്ത്രിമാരെയും വെല്ലുവിളിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മോശമാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്. ഖുർആനെ കുറിച്ച് ഒരു വാക്ക് ഇവിടുത്തെ RSSകാരോ BJPക്കാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നട്ടല്ലുള്ളവരാണെങ്കിൽ, ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ അതെടുത്ത് പുറത്ത് കാണിക്കും. വിശുദ്ധ ഖുർആനെ അപമാനിച്ചു. ഏത് രീതിയിൽ അപമാനിച്ചത്? ഖുർആനെ അപമാനിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇതാ കിട്ടി പപ്പടം, ഇതിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജലീലിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളിത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഗവൺമെന്റിന് അഴിമതി ഉണ്ടോ എന്ന് ആരും ചോദിച്ചാൽ ഉടനെ ഞാൻ ഇതെടുത്ത് കാണിക്കും. ഇതാണ് അഴിമതി, ശാസ്താ പപ്പടം. ഈ രാജ്യത്ത് എവിടെ ഈ സ്റ്റേറ്റ് കിട്ടാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ അപ്പൊ ആ കറപ്ഷനും ഈ കറപ്ഷനും ആവാം. ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല. ബോൾഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കറപ്ഷൻ കഴിഞ്ഞു. സ്ട്രഗിൾ ഫോർ കമ്മ്യൂണൽ ഹാർമണി. സ്ട്രഗിൾ ഫോർ കമ്മ്യൂണൽ ഹാർമണി. കമ്മ്യൂണൽ ഹാർമണിക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെ കമ്മ്യൂണൽ ഹാർമണി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും മതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി മാറില്ലായിരുന്നു. ഈ പറയുന്ന ഇതര മതക്കാരുടെ ടാക്സ് പിരിച്ചിട്ട് ആ ടാക്സ് കൊണ്ട് പെട്രോൾ അടിച്ചിട്ട് നിങ്ങൾ സ്വന്തം മതം പ്രചരിപ്പിക്കാൻ നടക്കില്ലായിരുന്നു. നിങ്ങൾ കമ്മ്യൂണൽ ഹാർമണിയുടെ ആളല്ല, നിങ്ങൾ തനി സുഡാപ്പിയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം,
അതിനെ എന്തിനും വേണ്ടി ഉപയോഗിക്കാം. ആ എന്തിനുമാണ് ഇന്ന് സ്ട്രെസ് ഉള്ളത്. എന്തിനും വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ സിമിയുടെ കുപ്പായ ഊരിയാലും ആ അകത്തുള്ള ചെന്നായി മാറിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. നിങ്ങൾ എത്ര തന്നെ തേച്ച് കുളിച്ചാലും നിങ്ങൾ ആ സിമിയുടെ നാറ്റം നിങ്ങളുടെ ദേഹത്തിന് പോയിട്ടില്ല. കാരണം വർഗീയമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ നാട്ടിൽ ഛിദ്രമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി. എന്തിനു വേണ്ടി ഖുർആൻ കൊണ്ടുവന്നു വെച്ചാൽ എനിക്കറിയില്ല. ഒരു സഖാവ് പറയുന്നത് കേട്ടു. എന്താണ് പറഞ്ഞത്? ഇത് അറബി മലയാളമല്ല, ഇത് ഒറിജിനൽ അറബിയാണെന്നാണ് പറഞ്ഞത്. ഒരു സഖാവാട്ടോ, എന്തൊരു സ്നേഹമാണ്. അദ്ദേഹം പറയാ ഇത് അറബി മലയാളമല്ല, ഇത് അറബിയാണ്, അതുകൊണ്ട് കുറച്ച് മഹത്വം കൂടും. അങ്ങനെയാണോ ജലീൽ സാഹിബേ? അതായത് അറബി മലയാളമാണെങ്കിൽ ആ ഖുർആൻ മോശമാണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ആണോ സാഹിബേ? നിങ്ങൾ എവിടെ നിന്നാണ് ഈമാനെ കുറിച്ച് പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്? അറബി മലയാളം മോശം ഖുർആൻ. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഒറിജിനൽ അറബി മാത്രമുള്ള ഖുർആൻ ഇവിടെ എന്തിന്, ആർക്ക് വേണം, ആര് വായിക്കാൻ അറിയാം? എനിക്കറിയില്ല. ഇവിടുത്തെ മനുഷ്യര് അങ്ങനെ. പിന്നെ എല്ലാ കുടുംബത്തിലും ഒരു ഖുർആൻ കേട്ടോ. എൻ്റെ കുടുംബത്തിലുണ്ട്. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളുടെ കുടുംബത്തിലും ഖുർആൻ ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓഫീസിൽ കൗതുകത്തിന് കുറെ ആൾക്കാർ ചോദിച്ചപ്പോൾ എടുത്തങ്ങ് കൊടുത്തു. ഒന്ന് രാമകൃഷ്ണന് കൊടുത്തു, ഒന്ന് ഗോപാലകൃഷ്ണന് കൊടുത്തു, ഒന്ന് ജോസഫിന് കൊടുത്തു. അങ്ങനെ കൊടുക്കാനുള്ളതാണ് ഖുർആൻ. എൻ്റെ ഉമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒതു എടുക്കാതെ തൊടാൻ പാടില്ല ഖുർആൻ എന്നാ. കേൾക്കുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുക, ഒതു എടുക്കാതെ തൊടാൻ പാടില്ലാത്ത ഗ്രന്ഥാണ്. മൂപ്പർക്കൊരു കൗതുകം തോന്നി, സൂക്ഷിക്കാലോ, അതിനെ കൊണ്ട് ഞാൻ കൊടുത്തു. എന്തൊരു ബഹുമാനല്ലേ ഖുർആനോട് ജലീൽ സാഹിബിന്. നല്ല ബഹുമാനാണ് ജലീൽ സാഹിബിന് ഖുർആനോട്. ഇതിന്റെ മറവിൽ കള്ളക്കടത്ത് നടത്തുന്നിട്ടുണ്ടെന്ന് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. നിങ്ങളും സ്വപ്നയും തമ്മിലുള്ള ബാന്ധവം അത് ശരിയായ രീതിയിൽ അല്ല എന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാന്യമായിട്ട് രാജിവെച്ച് ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം പറയണം, മുടിനാരിഴ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് ഒക്കെ വന്നപ്പോ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയെന്ന് ജനങ്ങൾ മൊത്തം കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങൾ നിങ്ങൾ കള്ളന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഗുണ്ടായുസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ട് തല വരെ പൊട്ടിച്ച പാവം ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ നിങ്ങൾ. ആ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ട് ചുറ്റും തൂറി വെച്ചിട്ടുണ്ട്. പറയാൻ അറപ്പാ, എന്നാലും വേണ്ടിയില്ല. ആ സെക്രട്ടേറിയറ്റ് ചുറ്റും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത പാർട്ടിയാണ് പറയുന്നത് സമരം ചെയ്യാൻ പാടില്ല, കോവിഡ് വരും. എന്ത് കോവിഡ്? കോവിഡിന്റെ മറവിൽ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? കൊള്ളയടിക്കുന്നു. നിങ്ങൾ ആന്റി കറക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സഖാക്കന്മാരില്ലേന്ന് ഈ ദാരിദ്ര്യം പിടിച്ച അവർക്ക് കൊടുക്കുന്ന പിച്ചച്ചട്ടിയിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത് ജലീൽ സാഹിബേ. കോടികൾ കട്ടുപോയി ആ ഫണ്ടിന്ന്. ദുരിതാശ്വാസം ലൈഫിന്ന് കട്ട് കൊണ്ടുപോവുകയാണ്, തിന്നുകയാണ്. തിന്നോ, കട്ട് കൊണ്ടുപോയിക്കോ, എന്നിട്ടും നാട്ടുകാരുടെ മെക്കിട്ട് കയറരുത്. അത് ശരിയില്ല. ഖുർആന്റെ പേരിൽ അപമാനിക്കരുത് മനുഷ്യരെ. ഖുർആൻ വിശുദ്ധമായിട്ട് അവിടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ 10 വോട്ട് നേടാൻ വേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ യഥാർത്ഥ മുഖം നേരത്തെ പറഞ്ഞില്ലേ, ജനങ്ങൾക്കറിയാം തലശ്ശേരി കലാപം എങ്ങനെ ഉണ്ടായെന്ന്. ഇവിടെ മുസ്ലിംമാര് വയത് പറഞ്ഞു നടക്കുന്നുണ്ട് ജലീൽ സാഹിബെ. ഇപ്പൊ EMS പറഞ്ഞ ആ കാര്യവും വയലായിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം പയ്യനെയും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ദേ പശു അത് തീർന്നില്ലേ?
അത് തീർന്നു. ഇക്കൊല്ലം ഖുർആനായി. ഒരു എലക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് തെമ്മാടിത്തരത്തിന്റെ പേരിൽ ഒരു എലക്ഷന് വേണ്ടിയിട്ട് ഈ മതത്തിന്റെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള ആ ഖുർആനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ജലീൽ സാഹിബ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കള്ളനാണ്, തെറ്റുകാരനാണ്. 100 വട്ടം ഞാൻ പറയും. ഒരു കള്ളനേക്കാൾ, കൊലപാതകയേക്കാൾ, വ്യഭിചാരിയേക്കാൾ കൂടുതൽ തെറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എത്ര സത്യസന്ധനാണെന്ന് ആണയിട്ടാലും ഞങ്ങൾ അംഗീകരിച്ചു തരില്ല. നിങ്ങൾ പോയത് മുഴുവനും മോശമായിട്ടുള്ള വഴിയിലാണ്. നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റായിട്ടുള്ള മാർഗങ്ങളാണ്. എത്ര ടണ്ണ് കാരൊക്കെയാണ് ഇറക്കുമതി ചെയ്തത്? അതിനുള്ള റൈറ്റ് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? അത് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ആലോചിച്ച് നോക്കണം. ഏത് റൈറ്റ് ഉപയോഗിച്ചിട്ടാണ് മുഖ്യമന്ത്രി അത് ചെയ്തത്? ഏത് അവകാശമുണ്ടത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാൻ? ഇപ്പൊ പറയുന്നു കോടിക്കണക്കിന് രൂപ നിങ്ങൾ അവിടെ നിന്ന് പിരിവെടുത്തിട്ടുണ്ട്, അത് ഇവിടെ പല സ്ഥലത്തേക്കും എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അത് ചെയ്യും. നിങ്ങൾ അതല്ല അതിന്റെ അപ്പുറവും ചെയ്യും. കാരണം എന്താ? ഇവിടെ ഏത് കുട്ടി കൊല ചെയ്യപ്പെട്ടാലും 2ാമത്തെ ദിവസം ബക്കറ്റുമായി പുറത്തിറങ്ങുന്ന വർഗമാണ് നിങ്ങൾ ആ പാർട്ടിയുടെ ആളല്ല എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ ആത്മാവായിട്ട് ഇപ്പൊ നിലകൊള്ളുന്നത്. അഭിമന്യു എന്ന് പറയുന്ന ഒരു പയ്യൻ മരിച്ചിട്ട് വർഷങ്ങൾ വേണ്ടി വന്നു അതിന്റെ യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ. ആ കുട്ടിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് പുട്ടടിച്ചവർക്ക് ഇതല്ല, വിദേശത്തു നിന്നല്ല, എവിടെ നിന്നായാലും ശരി, എന്ത് നിങ്ങൾ വാങ്ങിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കോവിഡിന്റെ പേരില് അടിച്ചു മാറ്റിയതിന്റെ അപ്പുറമൊന്നുമില്ല. ആ കോവിഡ് പിടിച്ചപ്പോ അതിന് വാങ്ങിച്ച സേഫ്റ്റി കിറ്റിൽ വരെ അഴിമതി കാണിച്ചതിൽ പരം വേറൊന്നുമില്ല. ചോദിക്കാൻ ആരുമില്ല ഇവിടെ. അത് സത്യമാണ്. കാരണം ഇതെല്ലാം കൂടി സമരമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പേരിൽ ചാർത്തുന്നത് ഇപ്പോഴത്തെ നിയമം എന്താണെന്ന് എനിക്കറിയാം. ഇന്നലെ പിണറായി വിജയൻ സഖാവ് വന്ന് പറഞ്ഞു, ചാർജ് ചെയ്യും, ആ വകുപ്പ് ഉപയോഗിക്കും, നിങ്ങളെ മൂക്കിൽ വലിക്കും, നിങ്ങളെ ഞങ്ങൾ ജയിലിലിടും. പക്ഷെ എന്നിട്ടും പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, അവരൊക്കെ പുറത്തിറങ്ങി സമരത്തിലേക്ക് നിൽക്കും. പണ്ട് ജലീൽ സാഹിബിന് ഓർമ്മയുണ്ടോന്നറിയില്ല, നിങ്ങൾ ഖുർആന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ ശബരിമല ശാസ്താവിന്റെ വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നടങ്കം അവിടത്തെ പോറ്റിയുടെ തുണി പൊന്തിച്ചു നോക്കിയിട്ട് കോണാനുണ്ടോ, ഷെഡ്ഡിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എവിടെ ആയിരുന്നടോ നിങ്ങളുടെ മതേതരം? എവിടെ ആയിരുന്നടോ നിങ്ങളുടെയൊക്കെ വിശ്വാസം? ഇപ്പൊ ഖുർആന്റെ പേരിൽ നിങ്ങൾ ഹാലടങ്ങുന്നുണ്ടല്ലോ. ഖുർആന്റെ പേരിൽ സ്വർണം കടത്തപ്പെട്ടു എന്നുള്ളത് പൊതുജനങ്ങളുടെ സംശയമാണ്. അതിന് കാരണക്കാരാക്കിയത് നിങ്ങളാണ്. അതല്ലാതെ ഇവിടെ RSSകാരോ BJPക്കാരോ അല്ല. പക്ഷേ പകരം സ്വാമി അയ്യപ്പന്റെ ശാപം ഇവിടെ ഉണ്ട് അല്ലേ? അതേപോലെ അള്ളാഹുവിന്റെ ശാപവും നിങ്ങളുടെ പേരിൽ വരാൻ പോവുകയാണ്. അയ്യപ്പന്റെ ശാപം പോലെ തന്നെ പടച്ച റബ്ബിന്റെ ശാപവും നിങ്ങളുടെ മേലെ വരാൻ പോവുകയാണ്. അയ്യപ്പനെ എങ്ങനെയൊക്കെ നോവിച്ചു നിങ്ങൾ? അയ്യപ്പനെ മാത്രമോ? ഹൈന്ദവന്റെ വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ നോവിച്ചില്ലേ? അവരോടില്ലാത്ത എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരാ ഒരു പ്രത്യേക ഒലിപ്പിക്കല് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവനോടില്ല.
അവന്റെ വോട്ട് എങ്ങനെയാലും ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ വോട്ട് അത് ഒലിപ്പിച്ചാലേ കിട്ടുള്ളൂ. മുസ്ലിങ്ങളുടെ വോട്ട് നാണുണ്ടോ? പറയാതെ വയ്യ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇന്നിപ്പോ പിണറായി വിജയനോട് വന്ന് ചോദിച്ചു, നിങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ലേ? സ്ത്രീയെ മോശമായിട്ട് അപമാനിച്ച ഒരു സഖാവിനെ കേസെടുത്ത് പുറത്തു വിട്ടപ്പോ നിങ്ങളുടെ കമ്മിറ്റിക്കാർ സ്വീകരണം കൊടുത്തില്ലേ? ഞങ്ങള് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, യാതൊരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. അതല്ല സഖാവേ, വീണ്ടും പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, അതല്ല സഖാവേ, നിങ്ങളുടെ പാർട്ടി മെമ്പറാണ് ഈ സ്ത്രീയെ ഉപദ്രവിച്ച ആളെ സ്വീകരിച്ചത്. അല്ല, ഞങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇതേപോലെ കുഴയ്ക്കുന്ന ചോദ്യം ഒരു പത്രപ്രവർത്തകർ രണ്ടാമത് ചോദിച്ചു. ഒരു ചോദ്യത്തിൽ കൂടുതൽ ചോദിക്കാൻ പാടില്ല. എന്റെ ദൈവമേ, പൊന്ന് മുഖ്യമന്ത്രിയേ, ഞങ്ങളിതൊക്കെ കാണുന്നുണ്ടേ. അങ്ങയുടെ ഈ പറയുന്ന തള്ളല് കണ്ട് ഞങ്ങൾ മടുത്തു. ഇതൊന്ന് നിർത്താവോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. അതിന്റെ കൂടെയാണ് ഈ പ്രണയം. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഒക്കെ ഒന്ന് വായിച്ചു പഠിച്ചോ. കേസ് വരും ജലീൽ സാഹിബ്. ആ റെഗുലേഷൻ ആക്ട് ഒക്കെ ഒന്ന് വായിച്ചു പഠിച്ചിട്ട് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ പേരിൽ അങ്ങോട്ട് കഴുകിക്കളയാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഞങ്ങള് ഇതേപോലെ ഇപ്പൊ തന്നെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പണത്തിൽ 80% മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ആൾറെഡി ക്രിസ്ത്യാനികളും മറ്റുള്ളവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അല്ല ഞാൻ പറയുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളിൽ 80% നമ്മുടെ ആൾക്കാർ കൊണ്ടുപോവുകയാണ്. പ്രീണനത്തിന്റെ വകുപ്പിൽ എല്ലാവരും കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ ഇനിയും പ്രീണനം നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് നോക്കിക്കണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിഭജിക്കുന്നത് ഈ നാടിനെയാണ് വിഭജിക്കുന്നത്. കേവല വോട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാം എന്താണ്? KTL ജലീൽ സാഹിബേ, ഇസ്ലാം പറയുന്നു അന്യരുടെ വിയർപ്പിന്റെ അംശം അവരുടെ സമ്മതമില്ലാതെ ഭക്ഷിക്കാൻ പാടില്ല. നമ്മൾ കുറെ കാലമായി ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കൈയിട്ട് വാരുന്നുണ്ട്. ഞാൻ വാരിയിട്ടുണ്ട്, സത്യമാണ്. ഞാൻ പഠിച്ചതും ഈ സബ്സിഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ മക്കളും പഠിച്ചത്. അതൊക്കെ അവർ തരികയാണല്ലേ. ഈ ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് നമുക്ക് സത്യത്തിൽ ഇത് ഭക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? ഖുർആൻ തരുന്നുണ്ടോ? മനസ്സ് അറിഞ്ഞു തരുന്ന സക്കാത്താണ് സക്കാത്ത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഒരു മുസൽമാൻ കൊടുക്കണോ, ഹിന്ദുവിന് കൊടുക്കണോ, ആര് കൊടുക്കണോ, എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മനസ്സറിഞ്ഞ് തരുന്നതാണ് സക്കാത്ത്. ഇത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പേര് മനസ്സില്ലാതെ തരുന്നതാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. മനസ്സില്ലാതെ തരുന്നത് ബ്രാഹ്മണനും പുലേനും പറയനും ക്രിസ്ത്യാനിയും ഒക്കെ തരുന്ന നികുതിയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന സബ്സിഡികളും ഈ പറയുന്ന ഔദാര്യങ്ങളും നിങ്ങളിപ്പോൾ വിതരണം ചെയ്ത ഖുർആൻ വിതരണം ചെയ്ത ആ വണ്ടിയുടെ പെട്രോളിന്റെ കാശ് പോലും ഇവർ തരുന്നതാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. ആ ബോധ്യമില്ലെങ്കിൽ, ആ ബോധ്യം ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ സങ്കടകരമാണ്. ഇനിയും ഈ ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് കൊള്ളയടിക്കുന്നത് നിർത്തണം. ഹക്കായിട്ടില്ല, മുതലല്ല, ഹലാലായിട്ടുള്ള കാര്യങ്ങളല്ല ഭക്ഷിക്കുന്നത് നമ്മൾ.
കുറേയൊക്കെ ക്ഷമ വേണം. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വിഭജിച്ച് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്തിയത് കൊണ്ട് കാര്യമായിട്ടില്ല. മറുഭാഗത്തിന്റെ ചിന്തകളും ഏത് വഴിക്ക് പോകുന്നു എന്ന് ഓർക്കണം. മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്യാൻ നമ്മൾ സബ്സിഡി മേടിച്ചു. അത് ഈ രാജ്യത്തെ ആൾക്കാരുടെ പണമായിരുന്നു. അവരൊന്നും മിണ്ടിയില്ല. മിസ്റ്റർ ജലീൽ, ഇവിടെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ, ദേവസ്വം ബോർഡ് മന്ത്രി. ഞാൻ ശബരിമല വിഷയങ്ങളൊക്കെ പോട്ടെ, ആ ദേവസ്വം ബോർഡ് മന്ത്രി എന്താണ് പറഞ്ഞത്? ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിൽ ധർമ്മ പാഠശാലകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുന്ന പറഞ്ഞത്. ഇല്ലേ, സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ എഴുതിയ എന്താണ്? മതങ്ങളെയൊക്കെ ഞങ്ങൾ ഒരുപോലെ സ്നേഹിച്ചെല്ലാം റെഡിയാക്കുന്നല്ലേ. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ടാക്കുമ്പം കവനന്റിൽ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ഉള്ള പാഠശാലകൾ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ആൾക്കാരാണ്, ഇല്ലേ? അപ്പൊ ഒരു പക്ഷത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് അവരുടെ വൈരാഗ്യം മുഴുവൻ വാങ്ങി കൂട്ടുന്നത് ഈ പാവം വിശ്വാസികളാണ്. ഇത് ജനങ്ങൾക്കിടയിൽ രണ്ട് രീതിയിലാണ് മിസ്റ്റർ ജലീൽ പോകുന്നത്. ഒന്ന്, നമ്മുടെ ദാഷ്ട്യം. നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പൗരന്മാരുടെ നികുതി ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തി ഖുർആൻ എത്തിച്ച്. കള്ളക്കടത്തല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലോ. കട്ട മുതൽ വാങ്ങുന്നവനും കള്ളനാടോ? കട്ട മുതല് വാങ്ങുന്നവൻ കള്ളനാണ്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു. മോഷണ മുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എന്റെ ബാധ്യതയാണ്. അത് മോഷണ മുതലല്ല, നല്ല മുതലാണ്. എങ്കിലേ അത് വാങ്ങാൻ പാടുള്ളൂ എന്ന ബോധ്യം എനിക്കുണ്ടാവണം. നിങ്ങൾക്കുണ്ടായില്ല മിസ്റ്റർ ജലീൽ. ആ ഖുർആൻ കടത്തിക്കൊണ്ടുവന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഹക്കായിട്ടുള്ള രീതിയിലാണോ ആ ഖുർആന്റെ ബോക്സുകൾ വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല. തെറ്റ്. അപ്പോ കട്ട് കൊണ്ടുവന്ന മുതല്, കള്ളത്തരം കൊണ്ടുവന്ന അതിന് കൂട്ടുനിന്ന നിങ്ങൾ കള്ളനാണ്. സംശയമുണ്ടോ? സംശയമില്ല. ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയും അസത്യം പറയരുത്. ജനങ്ങൾ കാണുന്നുണ്ട്. ഞാനൊരു BJP കാരനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടല്ല സംസാരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ നിങ്ങളോട് പറയുക, ഇത് തോന്നിവാസമാണ്. മതത്തിന്റെ പേരുള്ള തോന്നിവാസമാണ്. ഇതിനിടയിലേക്ക് നിങ്ങൾ ഖുർആൻ വലിച്ചിഴക്കരുത്. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള, കോടിയേരി ഉസ്താദ്, പിണറായി ഔലിയ, ഈ കളി വേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. നല്ല ബോധ്യമുണ്ട്. പഴയ കാര്യമൊന്നുമല്ല. ഇപ്പം എന്താണ്, ഏറ്റവും ആധുനികമായിട്ടുള്ള മീഡിയ ഓരോ കുട്ടിയുടെയും കയ്യിലുണ്ട്. അവർക്ക് അന്വേഷിക്കാം. FCR എന്താണെന്ന് അവർ പോയി നോക്കും. നിയമങ്ങൾ എന്താണെന്ന് അവർ പഠിക്കും. എന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യും. ഈ രാജ്യത്ത് ഇനി അപകടമുണ്ടാക്കരുത്. ജലീൽ സാഹിബിന് അപകടമുണ്ടാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പോസ്റ്റർ ഒട്ടിച്ചവരാണ് ജലീൽ. നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പോസ്റ്റർ ഒട്ടിച്ച അതേ സിമി മനസ്സാണ് ഇന്ന് മിസ്റ്റർ ജലീലിനുള്ളതെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ലീഗിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ അവിടെ നിന്ന് തന്നെ മാന്താൻ കിട്ടാത്തതുകൊണ്ട് ചാടിയാണോ, എന്തെങ്കിലും കിട്ടുക അവിടെ ചാടണോ എന്ന് ചോദിച്ചില്ലേ? മാന്താൻ കിട്ടാത്തത് കൊണ്ട് ചാടിയാണോ എന്ന് അറിയില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാമല്ലോ. അല്ലാത്ത വല്ലാത്ത ജനാധിപത്യ ബോധം കൊണ്ടൊന്നല്ല നിങ്ങൾ പോയിട്ടുള്ളത്. ഈ പറയുന്ന സെക്യുലർ അല്ലാത്ത വർഗീയമായിട്ടുള്ള വിഷം തന്നെയാണ് നിങ്ങളെ ഇപ്പൊ ജയിപ്പിച്ച് നിർത്തുന്നതെന്ന് ഞങ്ങൾക്കറിയാം.
പക്ഷെ ഇനി ആവർത്തിക്കാൻ പറ്റില്ല. പശ്ചിമ ബംഗാൾ പോയി, ത്രിപുര പോയി, ഇനി ഇവിടെ ചെറിയ കച്ചിത്തുരുമ്പേ ഉള്ളൂ. ആ കച്ചിത്തുരുമ്പിന് വേണ്ടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മുസ്ലിം തൊപ്പിയും വെച്ചിട്ട് തയമ്പുണ്ടാക്കിയിട്ട് വരണ്ട. ഇന്നിപ്പോ 3 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചു പറഞ്ഞു, അതിപ്പോ ഞാൻ അറിയേണ്ടപ്പോഴേ അറിയുള്ളൂ, മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, എന്നോട് പറഞ്ഞില്ല, ഞാനിതൊന്നും അറിയില്ല. പറയാനൊരു ഒരാളുണ്ടല്ലോ അവിടുത്തെ പോലീസിന്റെ ഹെഡ്, ആൾ ഇന്ന് വരെ വല്ലവരും പിടിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സമരക്കാരെ തല്ലുക എന്നുള്ളതല്ലാതെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊട പിടിക്കുകയല്ല, ഈ പറയുന്ന എന്താണ് ഓയിൽ ഒഴിച്ച് തടവി കൊടുക്കുന്നതല്ലാതെ ഇന്ന് വരെ വല്ല കള്ളനെ പോലും പിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനത്തെ ഒരു പോലീസായി മാറി ഇവിടുത്തെ പോലീസ്. തടവുകാരാണ്. ആരെ തടവുന്നത്? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ തടവുകാരായിട്ട് പോലീസുകാർ മാറി. അതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു അബദ്ധം മറ്റേ മുഖ്യം കാണിച്ചു, കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നു. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി നിങ്ങൾ അങ്ങനെ വെറുതെ വിടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വെറുതെ വിടില്ല. നിങ്ങളുടെ മനസാക്ഷി പോലും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കറിയാം, ജലീൽ സാഹിബിന്റെ മനസാക്ഷി ജലീൽ സാഹിബിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ വേട്ടയാടൽ ഇനിയും തുടരും. കാരണം നിങ്ങൾ ചെയ്തത് ഹക്കായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ചെയ്തത് ഈ മതത്തിനെ വിൽക്കുകയാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട്, കുറെ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ട്, കുറച്ച് സ്വർണത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു മിസ്റ്റർ ജലീൽ. നിങ്ങൾക്കതിൽ പങ്കുണ്ട്. നിങ്ങൾ പൊട്ടം കളിച്ചതുകൊണ്ട് ജനം അല്ല എന്ന് പറയില്ല. അന്തസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? രാജിവെച്ച് പുറത്തിറങ്ങിയിട്ട് കേസ് തെളിയട്ടെ, കേസ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ച് ഭരണത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ അധികാരത്തിന്റെ ആനുകൂല്യങ്ങളാണ്. അധികാരമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ പൊതുജനം മാറ്റും. അന്ന് നിങ്ങളുടെ മുഖത്ത് പൊതുജനം കാർക്കിച്ച് തുപ്പും. അധികാരമില്ലാതെ പോകുമ്പോൾ ലെനിന്റെയൊക്കെ വലിയ പ്രതിമകൾ തകർന്ന് തരിപ്പണമായി വീണ് അതിന്റെ മുകളിൽ കയറി ജനങ്ങൾ മൂത്രമൊഴിച്ച ചരിത്രം മറന്നു പോകരുത് മിസ്റ്റർ ജലീൽ. കമ്മ്യൂണിസ്റ്റുകാരന്റെ അന്ത്യം അങ്ങനെയാണ്. പൊതുജനങ്ങൾ കയറി മേയും. അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇനിയും വിശുദ്ധ ഖുർആനെയും കൊണ്ടുള്ള കളി വേണ്ട. ആ കളി, ആ പരിപ്പ് ഇനി വേവാനും പോകുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, ഈ രാജ്യത്ത് RSSനെയും BJPന്റെയും പേരിൽ ഒരു കലാപം ഉണ്ടാക്കാം എന്ന് ധരിക്കുകയും വേണ്ട. നിങ്ങൾ ഇറങ്ങിപ്പോഴപ്പോഴും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ നാളെ ചൂട്ടെടുത്ത് കത്തിക്കും, പള്ളിക്ക് നിങ്ങൾ തന്നെ കല്ലെറിയും. ആ ചരിത്രം ഞങ്ങൾ മറന്നിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ തന്നെ പള്ളിക്ക് തീ ഇട്ടിട്ട് അത് RSSന്റെ പേരിലും BJPയുടെ പേരിലും കൊണ്ടുപോകുന്ന ആ ഘട്ടം മാറി. ഇത് ജനങ്ങൾ മനസ്സിലാക്കി. ഇവിടെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മേലാൽ ഈ പറയുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ഞാൻ അത്ര വലിയ വിശ്വാസികളല്ല, തുറന്നു പറയാനോ. പക്ഷെ ആ ഗ്രന്ഥത്തെ ഏത് രീതിയിൽ ബഹുമാനിക്കുമോ ആ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് പലരുടെയും വിശ്വാസമാണത്, പലരുടെയും ആത്മാവ് അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ നിന്ദിക്കാറില്ല. വന്നിക്കോ വന്നിക്കില്ലോ എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്നത് ആ മഹത്തായ ഗ്രന്ഥത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. പിണറായി സഖാവ് പറയുന്ന പോലെ ഇവിടുത്തെ RSSകാരനോ BJPക്കാരനോ അല്ല അതിനെ മലിനപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. ബാലകൃഷ്ണനാണ്, ഇടതുപക്ഷ നേതാക്കളാണ് അതിന്റെ മുകളിൽ മോശപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവസാനമായിട്ട് പറയുന്നു മിസ്റ്റർ ജലീൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എഴുതി വെച്ചതുപോലെ അന്തസ്സായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാവണമെങ്കിൽ രാജിവെച്ച് പോവുക. ചെയ്ത തെറ്റിനെ ഏറ്റുപറയുക.
ഞാൻ എൻ്റെ വണ്ടി ഉപയോഗിച്ച് ഖുർആൻ വിതരണം ചെയ്തത് തെറ്റായിപ്പോയി. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് എന്റെ കഴിവുകേടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു. ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ടാക്സ് കൊടുക്കണമായിരുന്നു. എനിക്കറിയില്ലാതെ ഞാനത് ചെയ്തു. തെറ്റാണ്. അതുകൊണ്ട് ഞാനിതാ രാജിവെച്ച് പോകുന്നു. വിശുദ്ധ ഖുർആനെ തൊട്ടിട്ട് നിങ്ങളത് പറയണം. പാണക്കാട് തങ്ങൾ നെഞ്ചിത്തൊട്ട് പറഞ്ഞാൽ നിങ്ങൾ രാജിവെക്കുന്നല്ല പറഞ്ഞത്. പാണക്കാട്ട് തങ്ങള് ആരാണ്? നിങ്ങൾ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ പോയതല്ലേ? അത്ര കണ്ട് സ്നേഹമാണെങ്കിൽ പാണക്കാട്ട് തങ്ങളുടെ കൂടെ നിന്നാ പോരായിരുന്നോ ജലീൽ സാഹിബേ? പാപം ആ പാണക്കാട്ട് തങ്ങളെ നെഞ്ചത്തെ കൂടി ഒരു പൊങ്കാല ഇടാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായത്. അത് മാണ്ട. നമുക്ക് അങ്ങനെ അത് മാണ്ട. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ടുള്ള കളി വേണ്ട. ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ വോട്ട് നേടി ജയിക്കാൻ പറയടൂ അല്ലേ? എല്ലാ സഖാക്കളും പറയണം ഡോ, ഇനി നമുക്ക് ഈ മറ്റേ കളിയൊന്നും വേണ്ട. നിങ്ങൾ നന്നായി പ്രവർത്തിച്ച് കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് ജയിക്കാൻ നോക്ക്. ഖുർആൻ വെച്ച് കളിക്കണ്ട എന്ന് നിങ്ങളുടെ അണികളോട് പറയാൻ അന്തസ്സുണ്ടാവണം. അങ്ങനെ അന്തസ്സുണ്ടാവുമ്പോഴേ ആ വിജയം നിങ്ങൾക്ക് വിജയിക്കില്ല. നിങ്ങൾ അത് വേറെ എഴുതി ഒപ്പിട്ടരാം. നിങ്ങൾ എത്ര കന്നം തിരിവ് കാണിച്ചാലും ശരി, ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഇങ്ങേ മൂലയിൽ നിന്ന് അറബിക്കടലിലേക്ക് പോകാൻ കുറച്ച് സമയമുള്ളൂ. അത് ബോധ്യപ്പെട്ടിട്ടാണ് പിണറായി വിജയൻ സഖാവ് എല്ലാ കളിയും കളിക്കുന്നത്. വൈകുന്നേരം വന്ന് തള്ളുന്നത്. ഈ തള്ളല് ഓരോ വോട്ട് കുറയല്ലാണ്ട് വോട്ട് കൂടുന്ന പ്രശ്നമൊന്നുമില്ല. വോട്ട് കുറയൂ. മടുത്തു. ഞാൻ ചെയ്ത ഒരു പാപമുണ്ട്. ഞാനൊരു ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമ ഉണ്ടാക്കി. അതിലൊരു മാൻഡ്രേക്കിനെ ഞാൻ അവതരിപ്പിച്ചു. അത് ഇപ്പം എന്താണ്, ജനങ്ങൾക്കൊരു ബാധ്യതയായി. 96 ചെയ്ത സിനിമയാണ് ജൂനിയർ മാൻഡ്രേക്ക്. ഇന്നിപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് തന്നെ പേടിയായി തുടങ്ങി. സൂപ്പർ ഹിറ്റായ സിനിമയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് അറം പറ്റുന്ന പോലെയായി. തൊടുന്നിടത്തൊക്കെ പ്രശ്നം. തൊടുന്നിടത്തൊക്കെ പ്രശ്നം. ഇങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടാവുമോ? ഒരു ഭരണകർത്താവ് ഉണ്ടാവുമോ? അള്ളാഹ് രക്ഷിക്കട്ടെ. പടച്ചോൻ കാക്കട്ടെ. തൗബ ഇരക്കുക. ചെയ്ത തെറ്റിന് തൗബ ഇരുന്ന് മനുഷ്യനായിട്ട് ഈ മുടിയോളം നിങ്ങൾ പറയുന്നത് നുണയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നിർത്തിയിട്ട് മാന്യമായിട്ട് ഇസ്ലാമിൻ്റെ ഈ ഖുർആനൊക്കെ വിട്ടിട്ട്. നന്ദി, നമസ്കാരം.